ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പട്ടാമ്പി പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മുഹ്സിൻ MLA. കിഫ്ബി അധികൃതരും കേരള റോഡ് ഫണ്ട് ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിലാണ് ടെൻഡർ ആരംഭിക്കാൻ തീരുമാനമായത്. പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. 52.58 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്ഥലമെടുപ്പിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. കിഫ്ബി അധികൃതരും കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതരും പങ്കെടുത്ത യോഗത്തിലാണിപ്പോൾ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA അറിയിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലത്തിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുക എന്നുള്ള ഒരു ആവശ്യം കിഫ്ബിയുടെ മുന്നിൽ വെക്കുകയും അതോടൊപ്പം വർക്ക് മേൽനോട്ടം വഹിക്കുന്ന KRFP ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി കിഫ്ബി CEO അടക്കമുള്ള ആളുകളോട് ഈ വിഷയം സംസാരിക്കുകയും അത് തത്വത്തിൽ അംഗീകരിക്കുകയും TS നൽകുകയും ചെയ്തു. ഇപ്പൊ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. 52 കോടിയിലധികം വരുന്ന തുകയാണ് പാലത്തിനും സ്ഥലമേറ്റെടുപ്പിനുമായിട്ട് ഇപ്പോൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഒരു ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് നടക്കുമ്പോൾ തന്നെ നിർമ്മാണം ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നായിരുന്നാലും 80% സ്ഥലം ഉറപ്പാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട്. എന്നാലും അത് നടത്തിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു എന്ന സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഡിസംബർ മാസത്തിൽ തന്നെ ടെൻഡർ നടപടികൾ ആരംഭിക്കും. ഭാരതപ്പുഴയിലുണ്ടായ വെള്ളപ്പൊക്കവും സമീപത്തെ റെയിൽവേ ലൈനുമൊക്കെ കാരണം ഡിസൈനിൽ നിരവധി തവണ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. 2 പ്രളയം കഴിഞ്ഞതോടെ നിലവിലുള്ള പാലം ശോചനീയാവസ്ഥയിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. പട്ടാമ്പി കമാനം പരിസരത്തും അപ്പുറം തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിരി പഴയകടവ് ഭാഗത്തു നിന്നുമായി 43 പേരിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.